أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله على إحسانه والشكر له على توفيقه وامتنانه وأشهد أن لا إله إلا الله وحده لا شريك له تعظيما لشانه وأشهد أن محمدا عبده ورسوله والداعي إلى رضوانه. أما بعد، أعوذ بالله من الشيطان الرجيم. إنه من يتقي ويصبر فإن الله لا يضيع أجر المحسنين. മാന്യ സഹോദരന്മാരെ, സഹോദരികളെ, ശ്രോതാക്കളെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ സഊദ് ഷുറൈമാണ് സംസാരിച്ചത്, ഖുതുബ ഓതിയത്. അദ്ദേഹം ചർച്ച ചെയ്തതായ വിഷയം സൽസ്വഭാവം എന്ന വിഷയമാണ്. അതെ, മനുഷ്യൻ ഇവിടെ ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ താൽക്കാലിക ജീവിതമാണ് ഇത് എന്ന് മനസ്സിലാക്കി അവൻ്റെ ജീവിതത്തെ പരിപൂർണമായി എല്ലാ മേഖലകളിലും ഇസ്ലാമീകരിക്കാൻ വേണ്ടി പാടുപെടേണ്ടതാണ്. അവൻ രാത്രി നിന്ന് നമസ്കരിക്കുന്നു, പകല് അവൻ്റെ സ്വഭാവം അവൻ്റെ ഭാര്യയോടും മക്കളോടും അവൻ്റെ പരിസരത്തിലുള്ളവരോടും വടക്ക് രൂപത്തിൽ പെരുമാറുന്നു. അത് ഒരിക്കലും സംഭവിക്കാൻ പാടുള്ളതല്ല. അവൻ നമസ്കരിക്കുന്ന നമസ്കാരവും അവൻ നോക്കുന്നതായ നോമ്പും അവൻ ചെയ്യുന്ന ഇബാദത്തുകളും അവകളെല്ലാം അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമാവാൻ വേണ്ടിയുള്ള നിർബന്ധം അവനിൽ ഉണ്ടാവേണ്ടതാണ്. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് അവൻ്റെ സ്വഭാവം നന്നാക്കുക എന്നത് ഒരു പ്രധാന ഭാഗമാണ് അവൻ്റെ അമലുകൾ സ്വീകരിക്കാൻ എന്നത് മനസ്സിലാക്കാൻ പറ്റുക. അവൻ്റെ ജീവിതം അള്ളാഹുമായുള്ളതായ ബന്ധം ക്ലിയറാക്കുക എന്നതാണ്. അവൻ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുക, പാലിക്കുക, അമൽ ചെയ്യുക, ഇബാദത്ത് ചെയ്യുക, രാത്രി നിന്ന് നമസ്കരിക്കുക, ഖുർആൻ പാരായണം ചെയ്യുക, അള്ളാഹുവിന്റെ മഖ്ലൂഖാത്തുകളെ കുറിച്ച് ചിന്തിക്കുക. ഇതൊക്കെ അവന്റെ ഈമാൻ കൊഴുപ്പുണ്ടാവാൻ വേണ്ടിയുള്ളതായ ഭാഗമാണ്. അതോടൊപ്പം ആ മനുഷ്യൻ തന്നെ അള്ളാഹുമായുള്ള ബന്ധം ക്ലിയറാക്കുമ്പോൾ അള്ളാഹുവിന്റെ സൃഷ്ടികളുമായുള്ള ബന്ധം ക്ലിയറാക്കുക എന്ന ആ ബാധ്യത അവന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ്. സൃഷ്ടികളോടുള്ളതായ ബാധ്യത എത്ര കണ്ട് നന്നാകുന്നു അത്ര കണ്ട് അവന്റെ ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടാൻ അർഹതയുള്ളതായി മാറുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യൻ എത്ര കണ്ട് സ്വഭാവം നന്നാക്കി ജീവിച്ചു അത്ര കണ്ട് ജനങ്ങളെടുക്കൽ കൊള്ളുന്ന വ്യക്തിയായിട്ട് മാറുന്നതും ജനങ്ങൾ അവനെ സ്നേഹിക്കുന്നതും ജനങ്ങളോട് പെരുമാറേണ്ടതായ രൂപം അവൻ നന്നാക്കുന്ന വേളയിൽ അവൻ ചെയ്യുന്ന ഇബാദത്ത് അവന്റെ ശരീരത്തിൽ, അവന്റെ ജീവിതത്തിൽ, അവന്റെ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അത് ഫലിച്ചു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതുമാണ്. ഇന്നമൽ ഉമമുൽ അഖ്ലാഖു മാ ബഖിയത് വഇൻഹുമു ദഹബത് അഖ്ലാഖുഹും ദഹബു എന്ന് കവി ചൊല്ലിയത് വളരെ യാഥാർത്ഥ്യമാണ്. ഒരു സമൂഹം, ആ സമൂഹത്തിന്റെ നിലനിൽപ്പ് അവരുടെ അഖ്ലാഖിലൂടെയാണ്. ആ സമൂഹത്തിന്റെ, ആ ഉമ്മമുകളുടെ നശീകരണം അവരുടെ അഖ്ലാഖ് വടക്കാവലിലൂടെയാണ്. അഖ്ലാഖ് ഇല്ലെങ്കിൽ ആ സമൂഹം നശിച്ചവരായി മാറി എന്നർത്ഥം. നോക്കുക, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് വിശുദ്ധ ഫുർഖാൻ അളീമിലൂടെ ഏറ്റവും നല്ല ചരിത്രമെന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിച്ചതായ ഒരു മഹാസംഭവമായിരുന്നു മഹാനായ നബിയുല്ലാഹി യൂസുഫ്. അവരുടെ ചരിത്രം, അവരുടെ സഹോദരന്മാരുമായുള്ളതായ ബന്ധം, അവരുടെ ഇടയിൽ സംഭവിച്ചതായ സംഭവവികാസങ്ങൾ, അവിടെയെല്ലാം നാം തുറിച്ചു കണ്ടത് മഹാനായ യൂസുഫ് അലൈഹിസ്സലാമിന്റെ അഖ്ലാഖും നല്ല സ്വഭാവവും സൽസ്വഭാവവും. അപ്രകാരം തന്നെ നേരെ മറിച്ച് അവരുടെ ജ്യേഷ്ഠന്മാരുടെ അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളുടെ സമീപനം, വടക്ക് സമീപനം, സ്വഭാവം, നല്ല സ്വഭാവം പകർത്താത്തതായ രൂപത്തിലുള്ളതായ സമീപനം, അതിലൂടെ അവരെ തന്നെ നശിപ്പിക്കേണ്ടി വന്ന അല്ലെങ്കിൽ അവരെ തന്നെ തരം താഴ്ത്തേണ്ടി വന്നതായ ശൈലി ഉണ്ടാവുകയും അവരുടെ വാപ്പയെ വളരെ ദ്രോഹിക്കാനും വാപ്പയെ ദ്രോഹിക്കപ്പെടുവാനും വാപ്പ പ്രയാസപ്പെടുവാനും യാക്കൂബ് നബി അലൈഹിസ്സലാം പ്രയാസപ്പെടുവാനുമെല്ലാം കാരണമായി തീരുന്നത് ജ്യേഷ്ഠന്മാരുടെ
അല്ലെങ്കിൽ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ മക്കളിൽ നിന്നിട്ട് മഹാനായ യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ ജ്യേഷ്ഠന്മാരിൽ നിന്ന് പ്രകടമായ ആ സ്വഭാവത്തിൽ കൂടിയാണ്, അല്ലെങ്കിൽ ആ വടക്ക് സ്വഭാവത്തിൽ കൂടിയാണ് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എന്ന് മാത്രമല്ല, യൂസുഫ് അലൈഹി ഇസ്ലാമിനെ അവര് കിണറ്റിലേക്ക് എറിഞ്ഞതായ സന്ദർഭത്തിൽ അവരുടെ ആ സ്വഭാവക്കുറവ് കാരണത്താൽ, ആ ദുസ്വഭാവം കാരണത്താൽ ഉഖ്തുലു യൂസുഫ എന്ന് അവരിൽ നിന്നിട്ട് ഒരാൾ പറയുക തന്നെ ചെയ്തു, യൂസുഫിനെ നിങ്ങൾ വധിച്ചു കളയുക എന്ന്. അവിടേക്കെത്തി വടക്ക് സ്വഭാവം. ഒരു മനുഷ്യന്റെ സ്വഭാവം വടക്കാകുമ്പോൾ അത് സ്വന്തം സഹോദരനെ, അനുജനെ കൊല്ലാൻ വരെ കാരണമായി തീരുന്നു എന്ന് നമുക്കതിൽ നിന്നിട്ട് മനസ്സിലാക്കാം. അതേസമയത്ത് അവരെ അവിടെ നിന്ന് സ്വീകരിച്ചു കൊണ്ടുപോയ, അവരെ ഏറ്റുകൊണ്ടുപോയ ആ വിഭാഗം ഈജിപ്തിൽ ഏൽപ്പിക്കപ്പെട്ടത് അവിടെയുള്ളതായ രാജാവിന്റെ വീട്ടിലാണ്. ആ രാജാവിന്റെ വീട്ടിൽ ഏൽപ്പിക്കപ്പെട്ട സന്ദർഭത്തിൽ രാജാവ് അവരുടെ ഭാര്യയോട് പറഞ്ഞ ശൈലിയും ഖുർആൻ പറയുന്നുണ്ട്. അക്രിമീ മഥുവ, അവരെ നന്നായി അവരുടെ മഥുവാനെ ബഹുമാനിക്കുക, ആദരിക്കുക, അവർക്ക് കൊടുക്കേണ്ടതെല്ലാം നിങ്ങൾ നൽകുക, അവരെ നല്ല സ്വഭാവത്തിൽ അവരോട് നിങ്ങൾ പെരുമാറുക എന്ന രൂപത്തിലായിരുന്നു കൈയാളിയിരുന്നത് രാജാവ്. ഇവിടെ നിന്ന് ജ്യേഷ്ഠന്മാര് വലിച്ചെറിഞ്ഞപ്പോൾ കിണറിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പകരമായി നല്ല രാജാവിനെ, നല്ല രൂപത്തിൽ സമീപിക്കുന്നവരെ, നല്ല സ്വഭാവക്കാരെ അല്ലാഹു അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണാം. എത്രത്തോളം ആ രൂപത്തിൽ മഹാനായ യൂസുഫ് അലൈഹിസ്സലാം നല്ല സ്വഭാവത്തിൽ കൂടി തന്നെ ആ രാജാവിന്റെ കീഴിൽ ജീവിക്കുകയും അവസാനം അവർക്ക്, അഥവാ യൂസുഫ് നബി അലൈഹിസ്സലാമിന് ആ നാട്ടിൽ തന്നെ നേതൃത്വം വഹിക്കാനുള്ള, അവിടെ മന്ത്രിയാവാനുള്ള, അവിടെ പ്രതാപം ലഭിക്കാനുള്ളതായ കാരണം തന്നെ അവർക്ക് ആ സ്വഭാവത്തിൽ കൂടി നേടിയെടുക്കാൻ സാധിച്ചു. എത്രത്തോളം അവരാ ഉയർന്ന സ്റ്റാൻഡേർഡിലേക്ക് എത്തിയതായ സന്ദർഭത്തിൽ മഹാനായ യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ വാപ്പയും അവരുടെ ജ്യേഷ്ഠന്മാരും എല്ലാം ഈജിപ്തിലേക്ക് വന്നതായ ആ സന്ദർഭത്തെ, ആ രംഗത്തെക്കുറിച്ച് ഖുർആൻ വിവരിക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നതായിട്ട് കാണാം. യൂസുഫ് നബി അലൈഹി ഇസ്ലാം, ഈ മഹാഭാഗ്യത്തിലേക്ക് ഞാൻ എത്തിയത്, ഇങ്ങനെ അല്ലാഹു എന്നെ ബഹുമാനിച്ചത്, ഗ്രാമീണന്മാരായ നിങ്ങളുടെ നാട്ടിൽ നിന്നിട്ട് ഇവിടെ കൊണ്ടുവന്നതും, ഇതെല്ലാം അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്താണെന്ന് മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറയുന്ന ശൈലി കേൾക്കുക. ഇന്നഹു മൻ യത്തഖി വയസ്ബിർ ഫഇന്നല്ലാഹ ലാ യുളിഉ അജ്റൽ മുഹ്സിനീൻ. ഒരാള് അള്ളാഹുവിനെ ഭയപ്പെടേണ്ടതുപോലെ എല്ലായിടത്തും എല്ലാ സന്ദർഭത്തിലും ഭയപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ, അള്ളാഹുവിന്റെ മുമ്പിൽ, അള്ളാഹുവിന്റെ കൽപ്പനകളുടെ മുമ്പിൽ, അള്ളാഹുവിന്റെ വിധികളുടെ മുമ്പിൽ, അള്ളാഹുവിന്റെ വിലക്കുകളുടെ മുമ്പിൽ ക്ഷമ കൈകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ, നല്ല സ്വഭാവത്തോടു കൂടി, നല്ല പെരുമാറ്റത്തോടു കൂടി ജീവിച്ച് നമ്മുടെ മുമ്പിൽ കാഴ്ചവെച്ചതായ, ലോകത്തിന്റെ മുമ്പിൽ കാഴ്ചവെച്ചതായ ആ യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറയുന്ന വാക്കാണ്, അവർക്ക് ഈ റിസൾട്ടിലേക്ക് എത്താൻ, ഈ ബഹുമതിയിലേക്ക് എത്താൻ, ഈ ബഹുമാനത്തിലേക്ക് എത്താൻ, അവരുടെ വാപ്പയും ഉമ്മയും അവരുടെ ജ്യേഷ്ഠന്മാരും എല്ലാം സാഷ്ടാംഗം ചെയ്യുന്ന, സുജൂദ് സമർപ്പിക്കുന്ന, ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ആ രംഗത്തിലേക്ക് എത്താൻ കാരണം അത് എന്തായിരുന്നു? മഹാനായ യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ അള്ളാഹുവുമായുള്ളതായ സമീപനം ക്ലിയറാക്കി, ഷിട്ടികളുമായുള്ള സമീപനം ക്ലിയറാക്കി, അതിലൊന്നും വീഴ്ച വരുത്താതിരുന്നു, നല്ല സ്വഭാവത്തോടു കൂടി സമീപിച്ചു, നല്ല സ്വഭാവത്തിൽ കൂടി ജനങ്ങളോട് പെരുമാറി, ക്ഷമ കൈകൊണ്ടു. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തി. അത് കാരണത്താൽ യൂസുഫ് അലൈഹി ഇസ്ലാം അവരോട് പറഞ്ഞു, അള്ളാഹു ഒരിക്കലും മുഹ്സിനീങ്ങളെ പാഴാക്കി കളയുന്നതല്ല എന്ന്. അതിൽ നമുക്ക് പാഠമുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ശൈലി നമ്മളോട് പറയുന്നത്. നമുക്കറിഞ്ഞതായ ഖുർആനിലാണ്. അതെ, മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാം നമുക്കറിയാവുന്നതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതായ ആ ബഹുമതിയിലേക്ക്, ആ ബഹുമാനത്തിലേക്ക് എത്തിയതായ സന്ദർഭത്തിൽ അവർ പറഞ്ഞതായ ശൈലി എന്തായിരുന്നു? ഹാദാ തഅ്വീലു റുയായ മിൻ ഖബ്ലു ഖദ് ജഅലഹാ റബ്ബി ഹഖ്ഖാ. ഇത് ഞാൻ പണ്ട് കണ്ടതായ ആ കിനാവിന്റെ താബീറാണ് എന്ന് മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാം, അവരെല്ലാവരും അവിടെ ആ കൊട്ടാരത്തിൽ വെച്ചിട്ട് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് സാഷ്ടാംഗം സമർപ്പിച്ച സന്ദർഭത്തിൽ പറഞ്ഞതായ വാക്കാണ്. വഖദ് അഹ്സന ബി, എന്നെ അല്ലാഹു ബഹുമാനിച്ചു, എന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ഇഹ്സാൻ ചെയ്തു. ഇത് അഖ്റജനി മിനസ് സിജ്നി. അവിടെയും ആ മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ സൽസ്വഭാവം തുറിച്ചു കാണുന്നതായ ശൈലി
ഖുർആൻ നമുക്ക് വിവരിച്ചു തരികയാണ്. എന്നെ ജയിലിൽ നിന്നിട്ട് രക്ഷപ്പെടുത്തിയ സന്ദർഭത്തിൽ എന്നവിടെ പറഞ്ഞു. അവരുടെ വാപ്പയുടെ മുമ്പിലോ അവരുടെ ഉമ്മയുടെ മുമ്പിലോ അവരുടെ ജ്യേഷ്ഠന്മാരുടെ മുമ്പിലോ എന്നെ എന്റെ ജ്യേഷ്ഠന്മാര് കിണറ്റിലെറിഞ്ഞതായ സന്ദർഭത്തിൽ, കിണറ്റിൽ നിന്നിട്ട് എന്നെ രക്ഷപ്പെടുത്തിയ സന്ദർഭത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പ്രയാസപ്പെടുത്തിയില്ല. വജാഅബിക്കും മിനൽ ബദൂയി, നിങ്ങൾ ആ ഗ്രാമപ്രദേശത്തിൽ നിന്നിട്ട് ഇവിടെ എന്റെ അടുക്കലേക്ക് കൊണ്ടുവരികയും എന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിക്കുകയും മിൻ ബഅദി അൻ നസഗ ശൈത്താനു ബൈനി വബൈന ഇഖ്വതി, എന്റെയും എന്റെ സഹോദരന്മാരുടെ ഇടയിൽ പിശാച് ഇടപെട്ടതായ സന്ദർഭത്തിൽ വരേക്കും അള്ളാഹു രക്ഷപ്പെടുത്തി. അവിടെ പിശാച് ഇടപെട്ടത്, പിശാച് ശരിക്ക് പ്രവർത്തിച്ചത് ജ്യേഷ്ഠന്മാരുടെ കൂടിയായിരുന്നു. ജ്യേഷ്ഠന്മാരുടെ ക്രൂര കൃത്യത്തിൽ കൂടിയാണ് നാം പിശാച് ഇടപെട്ടത് കണ്ടത്. പക്ഷേ മഹാനായ യൂസുഫ് അലൈഹിസ്സലാം രണ്ട് ഭാഗത്തിലേക്കും അതിനെ കൂട്ടിച്ചേർത്തു. പിശാച് ഇടപെട്ടത് എന്റെയും എന്റെ ജ്യേഷ്ഠന്മാരുടെയും ഇടയിൽ എന്ന് പറഞ്ഞു. അതും സ്വഭാവത്തിന്റെ ഉത്തുംഗത്തിലേക്ക് എത്തിയതായ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ഒരു ശൈലിയാണ്. അതെല്ലാം നമുക്ക് പഠിപ്പിക്കുന്നത്, യൂസുഫ് ഖിസ്സ മുഴുവനായി പഠിപ്പിക്കുന്നത് മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ആ സ്വൽസ്വഭാവത്തിൽ അദ്ദേഹത്തിന് ദഅവത്ത് ജയിലിൽ നിന്നിട്ട് നടത്താനും അദ്ദേഹത്തിന് ജനങ്ങളോട് നല്ല സമീപിക്കുവാനും അദ്ദേഹത്തിന് നാട്ടുകാരെ നന്നാക്കുവാനും അദ്ദേഹം നേതൃത്വത്തിലേക്ക് എത്തിയപ്പോൾ ആ നേതൃത്വത്തിൽ അദ്ദേഹത്തിലൂടെ ആ നാടിനെ നന്നാക്കി എടുക്കുവാനും ആ നാടിന്റെ സാമ്പത്തിക ശേഷി ഉയർന്ന രൂപത്തിലാക്കി മാറ്റാനും എല്ലാം മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാമിന് സാധിച്ചത് അവരുടെ നല്ല സ്വഭാവത്തിൽ കൂടിയായിരുന്നു എന്നത് നമുക്ക് കാണാവുന്നതായ ഒരു യാഥാർത്ഥ്യമാണ്. സൂറത്ത് യൂസുഫ് എന്ന ആ സൂറത്തിലൂടെ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലു പഠിപ്പിച്ചതായ മഹാഖിസ്സയിലൂടെ, മഹാചരിത്രത്തിലൂടെ. അതെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമൂഹത്തിനുള്ളതായ ആ ഉയർച്ച അത് അഖ്ലാഖിലൂടെയാണ്, സ്വഭാവത്തിൽ കൂടിയാണ് എന്നതാണ് നാം യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രത്തിൽ നിന്നിട്ട് പഠിച്ചത്. അതുപോലെ തന്നെ ഈ സ്വഭാവം, സൽസ്വഭാവം, അത് യഥാർത്ഥത്തിൽ അതിൽ ഐശ്വര്യമാരാകുന്നവരുണ്ട്, അതിൽ ഫഖീറന്മാരാകുന്നവരുണ്ട്. അഥവാ സ്വഭാവത്തിൽ ഐശ്വര്യന്മാരാവുക എന്ന് പറഞ്ഞാൽ നല്ല സ്വഭാവിയായി മാറുക. അങ്ങനെയുള്ളവര് അവർക്ക് അവരുടെ ജീവിതത്തിൽ ഏത് സന്ദർഭത്തിലും അവർ ഐശ്വര്യവാന്മാർ തന്നെയായിരിക്കും. അവർ നല്ല സമീപനത്തോടു കൂടി ജനങ്ങളോട് ജീവിക്കുന്ന കാലഘട്ടത്തിലെല്ലാം അവർക്ക് ജനങ്ങളുടെ മുമ്പിൽ വരുന്നതായ പ്രയാസങ്ങളെ, അദ്ദേഹത്തിന്റെ മുമ്പിൽ വരുന്ന പ്രയാസങ്ങളെ ദൂരീകരിക്കാൻ ആ സൽസ്വഭാവത്തിൽ കൂടി സാധിക്കും. അതുപോലെ തന്നെ സ്വഭാവത്തിൽ ദാരിദ്ര്യത്തിൽ കൂടി ജീവിക്കുന്നവരുണ്ടാവാറുണ്ട്. അതെങ്ങനെയാണ്? നല്ല സ്വഭാവമില്ലാത്തവർ, നല്ല സ്വഭാവത്തിൽ കൂടി പെരുമാറാൻ സാധിക്കാത്തവർ എപ്പോഴും ദാരിദ്ര്യനാണ് ആ വിഷയത്തിൽ. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇന്ന മിൻ ശർറിൻ നാസി മൻ തറകഹു നാസു ഇത്തിഖാ ശർരിഹി. ജനങ്ങളിൽ നിന്നിട്ട് ഏറ്റവും വടക്ക് ജനങ്ങൾ ആരാണെന്ന് അറിയാമോ? അവരുടെ ഷെറിൽ നിന്നിട്ട് തടയാൻ വേണ്ടി, ഷെറിൽ നിന്നിട്ട് രക്ഷപ്പെടാൻ വേണ്ടി അവരെ സൂക്ഷിക്കേണ്ടി വരുന്നതായ മനുഷ്യന്മാർ. നാം ചില മനുഷ്യന്മാരെ അവരുടെ വിപത്തിൽ നിന്നിട്ട് രക്ഷപ്പെടാൻ വേണ്ടി പരിശ്രമിക്കുന്നു. എന്ത് കാരണത്താൽ? അവരുടെ ദുസ്വഭാവം കാരണത്താൽ. അപ്പോൾ ദുസ്വഭാവത്തിൽ നിന്നിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ജനങ്ങൾ പരിശ്രമിക്കുന്നതായ ശൈലി, അത് ജനങ്ങൾ നിന്നിട്ട് ഏറ്റവും വടക്ക മനുഷ്യന്മാരാണ് എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അപ്പോൾ ഈ സൽസ്വഭാവം മനുഷ്യന്മാർക്ക്, മുസ്ലിംകൾക്ക്, സത്യവിശ്വാസികൾക്ക് അവരുടെ സ്റ്റാൻഡേർഡിനെ, അവരുടെ ദർജയെ എത്രത്തോളം പൊക്കാനും ഉയർത്താനും സാധിക്കും. അവർ രാത്രി നിന്ന് നമസ്കരിക്കുന്ന, പകൽ മുഴുവനും നോമ്പ് പിടിക്കുന്ന മനുഷ്യന്മാരുടെ സ്റ്റാൻഡേർഡിലേക്ക് എത്താൻ സാധിക്കുന്നതാണ് മനുഷ്യൻ സൽസ്വഭാവിയായി മാറുകയാണെങ്കിൽ എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഏറ്റവും കൂടുതൽ മനുഷ്യന്മാരെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമാക്കി തീർക്കുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തഖ്വല്ലാഹ്, അല്ലാഹുവിനെ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെട്ട് ജീവിക്കുക, വഹുസ്നുൽ ഖുൽഖ്, നല്ല സ്വഭാവിയായി, നല്ല സ്വഭാവത്തോടു കൂടി ജീവിക്കുന്നവരായി മാറുക എന്നതാണ്. ഏറ്റവും കൂടുതൽ നരകത്തിലേക്ക് ചെന്ന് ചേർക്കുന്നത് എന്താണെന്ന് ചോദിക്കപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നാവുമാണ്, ഗുഹ്യസ്ഥാനവുമാണ് മനുഷ്യന്റെ എന്നായിരുന്നു. അപ്പോൾ ഈ സൽസ്വഭാവം അത് ഇന്ന് മക്ക ഇമാം ചർച്ച ചെയ്ത സന്ദർഭത്തിൽ നമ്മളോട് ഊന്നിപ്പറഞ്ഞതായ ഭാഗമാണ്. നമ്മുടെ ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന സന്ദർഭത്തിൽ ആ സൽക്കർമ്മങ്ങളെ നാം സംരക്ഷിക്കാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതായ ഭാഗമാണ്. എന്ത്? നല്ല സ്വഭാവത്തിൽ കൂടി ജനങ്ങളോട് പെരുമാറുക എന്നതായ ആ പ്രധാന, നാം ശ്രദ്ധിക്കാതെ വിട്ടുപോകുന്നതായ ഭാഗം. നാം പലപ്പോഴും നല്ല രൂപത്തിൽ പെരുമാറാത്തത് കാരണത്താൽ നമ്മുടെ 5 വക്ത നമസ്കാരമോ, നമ്മുടെ രാത്രി നിന്ന് നമസ്കരിക്കുന്ന നമസ്കാരമോ നാം
നോക്കുന്ന നോമ്പോ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നതായിരിക്കുമെന്ന് അതിൽ സൂചനയുണ്ട്. അതെ, ഇന്ന മിൻ ഖിയാരിക്കും അഹ്സനിക്കും അഖ്ലാഖ, നിങ്ങൾ നട്ടി ഏറ്റവും ഉത്തമരാരാണ്, അത് നിങ്ങൾ നട്ടി ഏറ്റവും നല്ല സ്വഭാവിയാണ് എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഇത്തരുണത്തിൽ മക്ക ഇമാമ് ചർച്ച ചെയ്തപ്പോൾ മഹാനായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഭാവത്തെക്കുറിച്ച് ഊന്നിപ്പറഞ്ഞപ്പോൾ മഹദിയായ ഖദീജ റളിയല്ലാഹു തആല അൻഹ, നിങ്ങൾ റസൂലേ ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന ആളാണ്, ജനങ്ങളോട് നല്ല രൂപത്തിൽ പെരുമാറുന്ന ആളാണ്, ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞതായ ഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ കേട്ടല്ലോ. ആ ഭാഗം ഇന്ന് മക്ക ഇമാമ് ഈ സാന്ദർഭോചിതമായിട്ട് ഈ സന്ദർഭത്തിൽ ഉണർത്തിയിട്ടുണ്ട്. അതും നമ്മുടെ മുമ്പിൽ ശ്രദ്ധേയമാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഭാവമായിരുന്നു, നല്ല ജീവിത രീതിയായിരുന്നു, ജനങ്ങളോടുള്ളതായ നല്ല പെരുമാറ്റമായിരുന്നു ശത്രുക്കളെ മിത്രങ്ങളാക്കാൻ സാധിച്ചത്. ശത്രുക്കൾ അവരെ കുറിച്ച് സംസാരിച്ചപ്പോൾ അൽ അമീൻ എന്ന് വിളിക്കാൻ വരെ കാരണമെന്ന് നമുക്കറിയാവുന്നതാണ്. അതെ, ഈ സ്വഭാവം എന്ന് പറയുമ്പോൾ മനുഷ്യ ജീവിതത്തിന്റെ പരിപൂർണത കുറിക്കാനുള്ളതായ പ്രധാന പോയിന്റാണ്, അല്ലെങ്കിൽ പ്രധാന ഭാഗമാണ് എന്ന് ഇന്ന് മക്ക ഇമാം ഊന്നി പറയുകയുണ്ടായി. ഇത് യഥാർത്ഥത്തിൽ ഒരു പ്രത്യേക വിഭാഗത്തോട് മാത്രം പെരുമാറേണ്ടതായ ശൈലിയല്ല സ്വഭാവം. അഥവാ ബംഗാളികളോട് നല്ല സ്വഭാവമില്ല, കഴിവില്ലാത്തവരോട് നല്ല സ്വഭാവമില്ല, ഫക്കീറന്മാരോട് നല്ല സ്വഭാവമില്ല. അതേസമയത്ത് കൊള്ളുന്നവരും നമ്മുടെ അയൽവാസികളും നമുക്ക് ഫലം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നവരുമാണെങ്കിൽ അവരോട് നല്ല സ്വഭാവം, അത് അരുത്, അത് പാടുള്ളതല്ല എന്ന് പ്രത്യേകം മക്ക ഇമാം ഊന്നി പറയുകയുണ്ടായി. അതും നാം ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. ചിലരിൽ സ്വഭാവം നല്ലതായിട്ട് നാം കാണും, എപ്പോൾ അദ്ദേഹത്തിന് വല്ല മസ്ലഹത്തും അദ്ദേഹം പെരുമാറുന്ന വ്യക്തിയോടുണ്ടെങ്കിൽ, നല്ല മസ്ലഹത്തുണ്ടെങ്കിൽ നല്ല സ്വഭാവത്തിൽ പെരുമാറും. ഒരു മസ്ലഹത്തും ഇല്ലെങ്കിൽ സ്വഭാവം വടക്ക് ചീത്ത സ്വഭാവമായിരിക്കും. അത് ഒരിക്കലും സത്യവിശ്വാസിയിൽ നിന്നിട്ട് ഉടലെടുക്കാൻ പാടുള്ളതല്ല. എല്ലാവരോടും ഒരേ രൂപത്തിൽ ഒരേ രീതിയിലാണ് പെരുമാറേണ്ടത്. അതുപോലെ തന്നെ മനുഷ്യൻ സമ്പത്തുള്ള ആളാകുന്ന സന്ദർഭത്തിൽ അദ്ദേഹം സ്വഭാവമായി മാറുക, അവന്റെ കഴിവില്ലാത്ത സന്ദർഭത്തിൽ അവന്റെ വടക്ക് സ്വഭാവം പ്രകടമാവുക, അതും പാടുള്ളതല്ല. എല്ലാ സന്ദർഭത്തിലും ഫഖീറാവട്ടെ, അവൻ കഴിവില്ലാത്ത ആളാവട്ടെ, കഴിവുള്ള ആളാവട്ടെ, ഏത് രൂപത്തിലായിരുന്നാലും നല്ല സ്വഭാവത്തിൽ കൂടി തന്നെയായിരിക്കണം അവന്റെ പെരുമാറ്റം ഉണ്ടായിരിക്കേണ്ടത് എന്ന് ഇന്ന് മക്ക ഇമാം പ്രത്യേകം ഊന്നി പറയുകയുണ്ടായി. അപ്പോൾ ഉയർന്ന സ്റ്റാൻഡേർഡിൽ ഉണ്ടായിരുന്നാലും സ്റ്റാൻഡേർഡ് കുറഞ്ഞ ആളായിരുന്നാലും അവിടെയെല്ലാം സ്വഭാവിയായി മാറുക എന്നതാണ് മനുഷ്യനിൽ തുറിച്ചു കാണേണ്ടതായ ഭാഗം. സത്യവിശ്വാസിയാണെങ്കിൽ അവനാണ് മുഹ്സിന്, അവനാണ് സ്റ്റാൻഡേർഡിലേക്ക് എത്തുന്നവൻ, അവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചവൻ, ബഹുമാനിച്ചവൻ, അവനാണ് പരലോകത്തിൽ സ്റ്റാൻഡേർഡിലും ബഹുമാനത്തിലേക്കും സ്വർഗത്തിലേക്കും എത്താനുള്ളതായ ചാൻസ്, വളരെ ഉയർന്നതായ സ്റ്റാൻഡേർഡിലേക്ക് എത്താനുള്ളതായ ചാൻസ് ലഭിക്കുന്നതായ വിഭാഗം എന്നതാണ് ഇന്ന് മക്ക ഇമാമ ചർച്ച ചെയ്തതായ വിഷയത്തിന്റെ ഷോർട്ടായ ഭാഗം. മദീനയിൽ ഡോക്ടർ അലി അബ്ദുറഹ്മാൻ ഹുദൈഫി സംസാരിച്ച വിഷയം തഖ്വയെ കുറിച്ചാണ്. ഒരു മനുഷ്യൻ തഖ്വ കൊണ്ട് വിജയിക്കും പോലെ വേറെന്തുകൊണ്ട് വിജയിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഖുത്ബയെ അദ്ദേഹം ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ജീവിതം ഇത് നശ്വരമാണ് എന്ന് മക്ക ഇമാമ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ജീവിതം നാം ജീവിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ ഈ മുസ്ലിം ജീവിതം റമദാനിൽ നാം നേടിയതായ ട്രെയിനിങ് മുമ്പിൽ വെച്ചിട്ട് ചിന്തിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ അവാമിറുകളുണ്ട്, നവാഹികളുണ്ട്, അള്ളാഹുവിന്റെ വിധികളുണ്ട്, അള്ളാഹുവിന്റെ വിലക്കുകളുണ്ട്. ആ വിധികളെ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ട് അവകൾക്ക് നൽകേണ്ടതായ അവകാശം നൽകുക, വിലക്കുകളെ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ട് അതിൽ നിന്നിട്ട് വിട്ടു നിൽക്കാൻ വേണ്ടി പാടുപെടുക, അതാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. ഫൗലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ എന്ന് അല്ലാഹു ബഹുമാനിച്ച് ആദരിച്ച് പറഞ്ഞവരാരാണ്? യഥാർത്ഥത്തിൽ തഖ്വ ഉൾക്കൊണ്ട് ജീവിക്കുന്ന വിഭാഗം അവരാണ്. മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അല്ലാഹു അനുഗ്രഹിച്ചവരുടെ കൂടെ ഒരുമിച്ച് കൂടാൻ ചാൻസ് കിട്ടുന്നവർ പരലോകത്തിൽ. ആരാണ് അല്ലാഹു അനുഗ്രഹിച്ച വിഭാഗം? അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീൻ, നബിമാരുടെ സ്റ്റാൻഡേർഡിലേക്ക് നബിമാരോടുകൂടി സ്വർഗത്തിലേക്ക് ചെല്ലാൻ. മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന, സിദ്ദീഖീങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ചെല്ലാൻ. അതുപോലെ തന്നെ ശുഹദാക്കളുടെ കൂടെ സ്വർഗത്തിൽ ചെല്ലാൻ, സാലിഹീങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ചെല്ലാം. ഇതെല്ലാം സാധിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ ജീവിതം അത് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഓരോ നിമിഷത്തിലും അള്ളാഹുവിന്റെ വിധികൾ, അള്ളാഹുവിന്റെ വിലക്കുകൾ അവകളെ ശ്രദ്ധിച്ച് അതിനെ സൂക്ഷിച്ച് സംരക്ഷിച്ച് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്നതായ പ്രത്യേകത ലഭിക്കുന്നവർക്ക് മാത്രമാണ്. വാജിബാത്തുകൾ, നിർബന്ധമായ ബാധ്യതകൾ, അത് യാതൊരു വീഴ്ചയും
വിട്ടുവീഴ്ചയുമില്ലാതെ തന്നെ നിർവഹിക്കാൻ വേണ്ടി പാടുപെടുക. 5 വക്ത് നമസ്കാരം അതാതിന്റെ സമയത്ത് തന്നെ ജമാഅത്തോടുകൂടി പുരുഷന്മാര് നമസ്കരിക്കാൻ വേണ്ടി പാടുപെടുക. അതാത് സമയത്ത് തന്നെ സ്ത്രീകളാണെങ്കിൽ വീട്ടിലോ പള്ളിയിലോ എവിടെയാണെങ്കിലും അവരും കൃത്യമായി സമയത്ത് തന്നെ നിസ്കരിക്കാൻ വേണ്ടി പാടുപെടുക. സ്ത്രീകളാണെങ്കിൽ അവരുടെ പർദ്ദയിൽ ഒതുങ്ങിയായിരിക്കണം അന്യപുരുഷന്മാരുടെ മുമ്പിൽ ജീവിക്കേണ്ടത്. അങ്ങനെ നമ്മുടെ കാതിനെ, നമ്മുടെ കണ്ണിനെ, നമ്മുടെ നാക്കിനെ, നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ ഓരോ അവയവത്തെ അള്ളാഹുവിന്റെ വിധി വിലക്കുകളെ മുമ്പിൽ വെച്ചിട്ടായിരിക്കണം നാം ജീവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അവകൾ അള്ളാഹു കൽപ്പിച്ചതാണെങ്കിൽ അത് ചെയ്യുകയും അത് ഉപയോഗപ്പെടുത്തുകയും അള്ളാഹു വിരോധിച്ചതാണെങ്കിൽ അത് വിട്ടുനിൽക്കുകയും ഒഴിവാക്കുകയും ചെയ്യുക എന്നതാണ് സത്യവിശ്വാസി മുത്തഖിയാവാൻ വേണ്ടി തീരുമാനിച്ചാൽ ചെയ്യേണ്ടത്. യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല, സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക, അള്ളാഹുവിന്റെ റസൂലിനെയും അനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞതിന്റെ ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ഓതി പറഞ്ഞ നമ്മളെ ഉണർത്തിയതായ പ്രധാന ഭാഗമാണ് വലാ തുബ്തിലൂ അഅമാലക്കും, നിങ്ങൾ നിങ്ങളുടെ അമലുകളെ നഷ്ടപ്പെടുത്തി കളയരുത്. എങ്ങനെയാണ് അമലുകൾ നഷ്ടപ്പെടുക? മദീന ഇമാം പറയുകയുണ്ടായി, നമ്മുടെ അമലുകൾ നഷ്ടപ്പെടൽ നമ്മുടെ ദോഷങ്ങളിൽ കൂടിയാണ്. നാം ദോഷങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ അമലുകളുടെ ഒന്നിരിക്കലോ അമലുകളുടെ പ്രതിഫലം നഷ്ടപ്പെടും, അല്ലെങ്കിൽ അതിന്റെ കൂലി കുറയും. അമലുകൾ ചിലപ്പോൾ ബാത്തിലാവാൻ മാത്രം കാരണമായി തീരും. ചിലപ്പോൾ ചില കുറ്റങ്ങൾ കൊണ്ട് അയവദ്ദു അഹദുക്കും അൻ തകൂന ലഹു ജന്നത്തുൻ മിൻ നഖീലിൻ വഅനാബിൻ തജ്രി മിൻ തഹ്തിഹാ അൻഹാർ ലഹു ഫീഹാ മിൻ കുല്ലി الثمرات وأصابه الكبر وله ذرية ضعفاء فأصابها إعصار فيه نار فاحترقت كذلك يبين الله لكم الآيات لعلكم تتفكرون എന്ന ആയത്ത് മദീന ഇമാം ഓതുകയുണ്ടായി. നിങ്ങൾ എന്നിട്ട് ഒരാൾക്ക് നല്ല ഒന്നാന്തരം കായ്ക്കുന്നതായ ഈത്തപ്പനത്തോട്ടം നിങ്ങളുടെ മുമ്പിലുണ്ട്, അതുപോലെ തന്നെ മുന്തിരിങ്ങ തോട്ടം നിങ്ങളുടെ മുമ്പിലുണ്ട്, അതിൽ നന്നായിട്ട് വെള്ളമൊഴുകുന്നുണ്ട്, ചാലിട്ട് വെള്ളമൊഴുകുന്നുണ്ട്, നല്ല നല്ല പലഹാരങ്ങൾ ആ തോട്ടം നിങ്ങൾക്ക് നൽകുന്നുണ്ട്. എന്നിട്ട് ആ മനുഷ്യൻ, ഈ തോട്ടത്തിന്റെ ഉടമ വലിയ ആളായി കഴിഞ്ഞപ്പോൾ, അദ്ദേഹത്തിന് മക്കളും സന്താനങ്ങളും ഉണ്ടായി കഴിഞ്ഞപ്പോൾ അതിന് എന്ത് സംഭവിച്ചു? മഹാ വന്നു, മഹാ കൊടുങ്കാറ്റ് വന്നു. കൊടുങ്കാറ്റ് വന്നു എന്ന് മാത്രമല്ല, ആ കൊടുങ്കാറ്റോടുകൂടി തീയോടുകൂടിയുള്ള കൊടുങ്കാറ്റാണ്. തീയോടുകൂടിയുള്ള കൊടുങ്കാറ്റ് വന്നിട്ട് ഫഹ്തറഖത്ത്, ഈ തോട്ടത്തെ ആസകലം നശിപ്പിക്കുകയും ചെയ്ത്. ഇങ്ങനെയുള്ളതായ ഈ ഉദാഹരണമാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുക. സൽക്കർമ്മങ്ങൾ ചെയ്തതിന്റെ ശേഷം ആ സൽക്കർമ്മങ്ങളെ ഒരാള് ദോഷങ്ങൾ വർദ്ധിപ്പിച്ച് അതിലൂടെ നശിപ്പിക്കുക എന്നത്, അത് ഈ ഉദാഹരണം അതിന് ഫിറ്റാക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണമാണ്. മഹാ അപകടമല്ലേ? ചിന്തിച്ചു നോക്കുക. നല്ല തോട്ടം, ആ നല്ല തോട്ടം, കായ്ക്കുന്ന തോട്ടം, അതിൽ നമുക്ക് ഫലം ലഭിക്കുന്ന തോട്ടം, അതിലൂടെ സുഖലോലുപനായിട്ട് ജീവിക്കുന്ന സന്ദർഭത്തിൽ ഒരാൾക്ക് കൊടുങ്കാറ്റ് വന്നു, ആ കൊടുങ്കാറ്റിൽ തീയുണ്ട്, ആ തീ കരിച്ചു കളഞ്ഞാൽ ഉണ്ടാകുന്നതായ നഷ്ടമാണ് സംഭവിക്കുക. ആർക്ക്? സൽക്കർമ്മങ്ങൾ ധാരാളമായി ചെയ്തു കൂട്ടി, എന്നിട്ട് അവസാനം കുറ്റങ്ങളും പാപങ്ങളും അതോടുകൂടി ചേർക്കുമ്പോൾ ആ കുറ്റങ്ങളിലൂടെ, പാപങ്ങളിലൂടെ ചിലപ്പോൾ ആ അമലുകൾ നഷ്ടപ്പെട്ടു പോകാൻ, അത് ഹവാ മൻസൂറായി മാറാൻ, അത് വിതരപ്പെട്ട ധൂളിയായി മാറാൻ കാരണമായി തീർന്നതായ ദോഷങ്ങൾ ആ കൂട്ടത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ ശിർക്ക് പോലത്തതായ ദോഷങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെയാണ് സംഭവിക്കുക. ഒരാൾ ധാരാളമായി നമസ്കരിക്കുന്നു, ധാരാളമായി നോമ്പ് പിടിക്കുന്നു, ധാരാളമായി രാത്രി ഹയാത്താക്കുന്നു, ധാരാളമായി ധർമ്മം ചെയ്യുന്നു, ധാരാളമായി സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു, ഖുർആൻ പാരായണം ചെയ്യുന്നു, ജനങ്ങൾക്ക് നന്മകളും സഹായ സഹകരണങ്ങളും ചെയ്യുന്നു. ഇതെല്ലാം ചെയ്യുന്നതോടുകൂടി അവൻ അള്ളാഹുവിന്റെ കൂടെ മറ്റുള്ളവരെ പങ്കുചേർത്തുകൊണ്ട് ശിർക്ക് ചെയ്ത് മഹാപാപം ചെയ്തു കഴിഞ്ഞാൽ, ഒരു ഉദാഹരണമാണ് അള്ളാഹു പറഞ്ഞതായ ഈ ആയത്തിൽ കൂടി വന്ന ആ രൂപം. അവിടെ നമുക്ക് പ്രകടമായി കാണാം. എവിടെ ഒരാൾ ശിർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ചെയ്തതായ അമലുകളെയെല്ലാം അള്ളാഹ് തന്നെ ഖുർആൻ പറയുകയാണ്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ച്, അള്ളാഹു അല്ലാത്ത ഔലിയാക്കന്മാരെയും അമ്പ്യാക്കന്മാരെയും സാലിഹീങ്ങളെയും ജിന്നുകളെയും മലക്കുകളെയും ഷിട്ടികളെയും വിളിച്ച് പ്രാർത്ഥിച്ച് അള്ളാഹുവിനെ തരം താഴ്ത്തി അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അല്ലാത്തവരോട് പ്രാർത്ഥിച്ച് കളയരുത് എന്ന് നൂറുകണക്കിൽ പ്രാവശ്യം ഖുർആനും അതുപോലെ ഹദീസും നമ്മളോട് ഊതി പറഞ്ഞതിന്റെ ശേഷം ഇതെല്ലാം പണ്ഡിതന്മാരും പ്രബോധകന്മാരും ഇതെല്ലാം ലോകത്തിൽ ഇസ്ലാമിനെ പ്രചരിപ്പിക്കുന്നവരും പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നതോടൊപ്പം, അതെല്ലാം അറിയുന്നതോടൊപ്പം അന്ധമായ അനുകരണം കാരണത്താൽ, ബഹുഭൂരിപക്ഷം പോകുന്നതായ ആ വടക്ക് ശൈലി കാരണത്താൽ അതിനെ പിന്തുടർന്ന് അന്ധമായി അനുകരിച്ച് അവൻ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ച് അള്ളാഹുവിനെ തരം താഴ്ത്തി അള്ളാഹുവിനെ വിലവെക്കാതിരുന്നു. അങ്ങനെ അത് കാരണത്താൽ എന്ത് സംഭവിച്ചു? അള്ളാഹു പറയുന്നു, ഖദിംനാ ഇലാ മാ അമിലു മിൻ അമൽ, അവർ ചെയ്തതായ സർവ്വ അമലുകളിലേക്ക് നാം ചെല്ലും, എന്നിട്ട് ഫജഅൽനാഹു ഹബാഅൻ മൻസൂറ, വിതരപ്പെട്ട ധൂളിയാക്കി അതിനെ പറപ്പിച്ച് കളയുകയും ചെയ്യുമെന്ന്. അപ്പോൾ നേരത്തെ അള്ളാഹു പറഞ്ഞതായ, ഞാൻ നിങ്ങളെ
കൽപ്പിച്ച ആയത്തിൽ, ഹുദൈഫി ഓതിയതായ ആയത്തിൽ ഒരു മനുഷ്യൻ മഹാതോട്ടത്തിന്റെ ഉടമ, ആ തോട്ടത്തിന്റെ ഉടമ അതുകൊണ്ട് സുലോലുപനായിട്ട് കഴിഞ്ഞുകൂടുന്ന സന്ദർഭത്തിൽ അതേ വ്യക്തിയുടെ ആ തോട്ടത്തിലേക്ക് കൊടുങ്കാറ്റ്, തീക്കാറ്റ് വരുമ്പോൾ എന്താണ് സംഭവിക്കുക? അതുപോലെയാണ് ഇവിടെ ഒരു മനുഷ്യൻ സൽക്കർമ്മങ്ങൾ ചെയ്തതിന് ശേഷം സൽക്കർമ്മങ്ങളോടൊപ്പം ശിർക്ക് പോലത്തതായ മഹാപാപങ്ങൾ കൂട്ടിച്ചേർക്കുമ്പോൾ ആ തോട്ടം കരിഞ്ഞു പോയതുപോലെ അവന്റെ സൽക്കർമ്മങ്ങൾ കരിഞ്ഞു പോകുന്നതും സൽക്കർമ്മങ്ങൾ നശിച്ചു പോകുന്നതും സൽക്കർമ്മങ്ങൾ കൊണ്ട് പരലോകത്തിൽ ഒരു ഫലം ലഭിക്കാതെയായി മാറുന്നതുമാണ് എന്നതിലേക്ക് തെളിവാണ്, സംശയമേ ഇല്ല. അല്ലാഹു ഖുർആനിൽ തീർത്ത് പറഞ്ഞ ഭാഗമാണ്. അങ്ങനെയുള്ള അപകടത്തിൽ നിന്നിട്ട്, അങ്ങനെയുള്ള മഹാദോഷങ്ങളിൽ നിന്നിട്ട് നാം മുക്തരാവാൻ വേണ്ടി, നാം രക്ഷപ്പെടാൻ വേണ്ടി, നാം ഒഴിഞ്ഞു മാറാൻ വേണ്ടി, നാം അങ്ങനെയുള്ള അപകടത്തിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടി നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതാണ്. അത് ഇന്ന് മദീന ഇമാമു ഊന്നിപ്പറഞ്ഞതായ ഭാഗമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തതായ വിശാലമായ അനുഗ്രഹമാണ് സിഹത്ത്. ആ ആരോഗ്യത്തെ നാം ഉപയോഗപ്പെടുത്തേണ്ടത് അള്ളാഹുവിന്റെ കൽപ്പനകളെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയും അള്ളാഹു വിരോധിച്ച കാര്യങ്ങളെ വിട്ടുനിൽക്കാൻ വേണ്ടിയും അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രീതിപ്പെടുത്താൻ വേണ്ടിയുമാണ്. അള്ളാഹ് ചോദിക്കുകയാണ് ഖുർആനിലൂടെ, നിങ്ങൾക്ക് അല്പകാലം നല്ല ആരോഗ്യവും നല്ല കാശും നല്ല സമ്പത്തും നല്ല ജീവിക്കാനുള്ളതായ മതാഉം നിങ്ങൾക്ക് നൽകി അല്പവർഷങ്ങൾ, എന്നിട്ട് പെട്ടെന്ന് അവരോട് വഅദ് ചെയ്തതായ ആ മരണം അവരെ പിടികൂടി, അവര് ആ സന്ദർഭത്തിൽ അപ്പോഴാണ് ഞെട്ടുക, അപ്പോഴാണ് പ്രയാസപ്പെടുക. ഇതുവരെ എനിക്ക് കിട്ടിയതായ ആ വിശാലമായ നല്ല സുന്ദരമായ ജീവിതം, നല്ല സുന്ദരമായ വിശാലമായ അയസ്സും വയസ്സും ആ കൊട്ടാരവും ആ തോട്ടവും അതെല്ലാം നഷ്ടപ്പെട്ടു പോയല്ലോ, ആ സമയം നഷ്ടപ്പെട്ടു പോയല്ലോ. എന്റെ ഈ മരണത്തോടു കൂടി എനിക്കിപ്പോൾ മരണമാസന്നമായി കഴിഞ്ഞിരിക്കുകയാണ്. എനിക്കൊരു മിനിറ്റ്, ഒരു സെക്കൻഡ് എനിക്ക് മടക്കി കിട്ടുന്നതല്ല. അപ്പോൾ ആ അള്ളാഹു ചെയ്ത അനുഗ്രഹത്തെ ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ടില്ലല്ലോ അള്ളാഹുവിനെ പ്രീതിപ്പെടുത്താൻ എന്ന് അവിടെ അവൻ ഖേദിക്കും, അവൻ വിരൽ കടിക്കും, അവൻ കൈകടിക്കും. അങ്ങനെയുള്ള അപകടത്തിൽ പെട്ടുപോകുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ട് അത്തരം അപകടത്തിൽ നിന്നിട്ട് മോചിക്കാൻ വേണ്ടി മുമ്പ് തന്നെ പരിശ്രമിച്ചുകൊണ്ട് നിങ്ങളുടെ സെഹത്തിനെ, നിങ്ങളുടെ ആരോഗ്യത്തെ, നിങ്ങളുടെ ടൈമിനെ, നിങ്ങൾക്ക് അള്ളാഹു നൽകിയതായ കാശിനെ അതെല്ലാം അള്ളാഹിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്നില്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ആയത്ത് നമ്മളോട് ഊന്നി പറഞ്ഞത്. എന്നതായ ആയത്തിൽ കൂടി അല്ലാഹു പറയുന്നു, വമാ അംവാലുക്കും വലാ ഔലാദുക്കും ബില്ലതി തുഖർരിബുക്കും ഇൻദനാ സുൽഫ ഇല്ലാ മൻ ആമന വഅമില സാലിഹൻ ഫഉലൈക ലഹും ജസാഉൽ ളിഅഫി ബിമാ അമിലു വഹും ഫിൽ ഗുർഫാതി ആമിനൂൻ. നിങ്ങളുടെ സമ്പത്തോ നിങ്ങളുടെ മക്കളോ നിങ്ങൾക്ക് ഒരിക്കലും അല്ലാഹുവിലേക്ക് എടുക്കാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുന്നതല്ല. ആരൊഴിച്ച് നിങ്ങൾ എന്നിട്ട് അല്ലാഹുവിനെ ഭയപ്പെട്ട്, അല്ലാഹുവിൽ വിശ്വസിച്ച്, അല്ലാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച്, അല്ലാഹുവിനെ മാത്രം ആരാധിച്ച്, അല്ലാഹുവിന്റെ കൽപ്പനകൾ ജീവിതത്തിൽ പകർത്തി അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി ജീവിച്ചവർക്ക് മാത്രമല്ലാതെ മക്കളെ കൊണ്ട് പ്രയോജനമില്ല, സമ്പത്ത് കൊണ്ട് പ്രയോജനമില്ല. അല്ലാഹു തന്നെ പറയുകയാണോ, ഒമാ അംവാലുക്കും വലാ ഔലാദുക്കും ബില്ലതി തുഖർരിബുക്കും ഇൻദനാ സുൽഫ. നിങ്ങളുടെ മക്കളിലൂടെ എന്നിലേക്ക് എടുക്കാൻ പറ്റൂല, നിങ്ങളുടെ സമ്പത്തിലൂടെ എന്നിലേക്ക് എടുക്കാൻ പറ്റൂല എപ്പോഴല്ലാതെ നിങ്ങൾ സത്യവിശ്വാസിയായതിന്റെ ശേഷം സൽക്കർമ്മങ്ങൾ അതോടുകൂടി കൂട്ടിച്ചേർത്താലല്ലാതെ. അങ്ങനെയാണെങ്കിൽ ഫൗലൈക ലഹും ജസാഉൽ ളിഅഫി ബിമാ അമിലു, അവർ ചെയ്തതായ സൽക്കർമ്മങ്ങൾക്ക് ഇരട്ടി ഇരട്ടിയായി റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലു പ്രതിഫലം നൽകുന്നതാണ്. വഹും അവരാണ് ഫിൽ ഗുർഫാതി ആമിനൂൻ, സ്വർഗീയ റൂംസുകളിൽ, സ്വർഗീയ കൊട്ടാരങ്ങളിൽ, സ്വർഗത്തിലുള്ളതായ രമ്യഹർമ്മ്യങ്ങളിൽ, ആ പൂന്തോപ്പുകളിൽ അവര് സുരക്ഷിതത്വത്തോടു കൂടി ജീവിക്കുക എന്നതായ മഹാഭാഗ്യം ലഭിക്കുന്നവര്. അങ്ങനെയുള്ളതായ ഭാഗ്യം ലഭിക്കണമെങ്കിൽ മക്കളെ അപ്രകാരം തന്നെ സമ്പത്തുകളെ എല്ലാം അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തുന്ന രൂപത്തിലാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണെങ്കിൽ അവരിലൂടെ അള്ളാഹിലേക്ക് എടുക്കാൻ പറ്റും തീർച്ചയായിട്ടും. എന്തുകൊണ്ട്? അവരെ നന്നാക്കി വളർത്തുവാനും ആ സമ്പത്തുകളെ അള്ളാഹുവിന്റെ വഴിയിൽ ചെലവഴിക്കുവാനും അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും അതിന്റെ ഉടമ പരിശ്രമിച്ചത് കൊണ്ട് തന്നെയാണ് അങ്ങനെ രക്ഷപ്പെടാൻ കാരണം. അങ്ങനെയുള്ളതായ ആ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ മദീന ഇമാം ഊന്നിപ്പറയുകയുണ്ടായി, ഇഖ്ലാസോടു കൂടിയായിരിക്കണം ചെയ്യേണ്ടത്. നാം നമ്മുടെ സമ്പത്തിനെ ചെലവഴിക്കുമ്പോൾ അള്ളാഹുവിന് വേണ്ടി മാത്രം എന്ന രൂപത്തിൽ, നാം ഏത് അമലുകൾ ചെയ്യുമ്പോൾ അള്ളാഹുവിന് വേണ്ടി മാത്രം എന്ന രൂപത്തിൽ എന്ന് മാത്രമല്ല, അതിനു മുമ്പായിട്ട് നിർബന്ധമായി നാം ശ്രദ്ധിക്കേണ്ടതായ മറ്റൊരു നിബന്ധനയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പിന്തുടർച്ച
നേർച്ച നിർബന്ധമാണ്. റസൂൽ എങ്ങനെയാണ് സൽക്കർമ്മം ചെയ്തത്, റസൂൽ എങ്ങനെയാണ് നമസ്കരിച്ചത്, റസൂൽ എങ്ങനെയാണ് നോമ്പ് പിടിച്ചത്, റസൂൽ എങ്ങനെയാണ് അവരുടെ വ്യക്തി സാമൂഹ്യ സാമ്പത്തിക ജീവിതം കൈയാളിയത്, അതെല്ലാം പഠിച്ചിട്ട് അത് ജീവിതത്തിൽ പകർത്തുക, അതാണ് ഇത്തിബാ. അപ്പോൾ ഇത്തിബാ എന്ന ഷർത്തും അപ്രകാരം തന്നെ ഇഖ്ലാസ് എന്ന ഷർത്തും, ഈ രണ്ട് ഷർത്തും ഒത്താൽ മാത്രമാണ് നാം ഇതുവരെ സൂചിപ്പിച്ചതായ ഈ അമലു സാലിഹാത്ത് അള്ളാഹുവിന്റെ അടുക്കൽ ഫലപ്രദമായി മാറുകയുള്ളൂ. അതുകൊണ്ട് ആ അമലുകൾ സാലിഹാത്ത് പരിപൂർണമായ അമലു സാലിഹാത്ത് ആയി മാറിക്കഴിഞ്ഞാൽ അവർക്ക് ദറജാത്തുൽ ഉലാ മദീന ഇമാം ഊന്നി പറയുന്നു. അദ്ദേഹം പ്രത്യേകമായിട്ട് തഖ്വയെ പറഞ്ഞപ്പോൾ പറയുകയുണ്ടായി, ഉയർന്ന സ്റ്റാൻഡേർഡിലേക്ക് എത്താനുള്ളതായ മാധ്യമങ്ങൾ അത് ഈ അമലു സാലിഹാത്തുകൾ ഈ ഷർത്തത്തതായ രൂപത്തിലായി മാറുക, തൗഹീദോടുകൂടി ഇഖ്ലാസോടുകൂടി അള്ളാഹുവിന് മാത്രമായി മാറാൻ വേണ്ടി പരിശ്രമിക്കുക, മാറ്റാൻ വേണ്ടി പരിശ്രമിക്കുക. അങ്ങനെയുള്ള അള്ളാഹുവിന്റെ ഔലിയാക്കൾ, അള്ളാഹുവിന്റെ അമ്പിയാക്കൾ ജീവിച്ച ജീവിതം ജീവിക്കാൻ നാം പരിശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ അമ്പിയാക്കന്മാരും ആ ഔലിയാക്കന്മാരും പോകുന്നതായ അതേ സ്വർഗത്തിലേക്ക് അവരോടൊപ്പം നമുക്ക് ചെല്ലുവാനും ആദ്യം ഞാൻ സൂചിപ്പിച്ചതായ അള്ളാഹു സുബ്ഹാനഹു വ തആല നബിമാരുടെ കൂടെ, സിദ്ദീഖീങ്ങളോട് കൂടി, ശുഹദാക്കളോട് കൂടി, സാലിഹ്യങ്ങളോട് കൂടി എന്ന് ഖുർആനിൽ പറഞ്ഞതായ ആ ഇനത്തിൽ നമുക്ക് പെടുവാനും സാധിക്കുന്നതാണ്. അങ്ങനെയുള്ളതായ ആ വിഭാഗത്തിൽ പെടാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ റമളാനോട് വിട വാങ്ങിയതിനു ശേഷം ഈ ശവ്വാലിൽ നാം ജീവിക്കുന്ന സന്ദർഭത്തിൽ നാം റമളാനിൽ ഭയപ്പെട്ട അള്ളാഹുവിനെ ശവ്വാലിലും ഭയപ്പെടണമെന്ന് ഖുത്ബയുടെ സമാപനത്തിൽ മദീന ഇമാം ഡോക്ടർ അലി അബ്ദുറഹ്മാൻ അൽ ഹുദൈഫി ഓതി പറയുകയുണ്ടായി. ബിഅ്സൽ ഖൗമുഹും ലാ യഅരിഫൂന അല്ലാഹ ഇല്ലാ ഫി റമളാൻ എന്ന ഇബ്നു അബ്ബാസിന്റെ വാക്കും അദ്ദേഹം മടക്കി പറഞ്ഞു. ഒരു വിഭാഗം അവർ വളരെ ചീത്ത വിഭാഗമാണ്. ആരാണവർ? റമളാനിൽ മാത്രം അള്ളാഹുവിനെ പരിചയമുള്ളവർ, മറ്റു മാസങ്ങളിൽ അള്ളാഹുവിനെ പരിചയമില്ലാത്തവർ. അള്ളാഹുവിനെ റമളാനിൽ മാത്രം നോമ്പ് പിടിച്ച്, റമളാനിൽ മാത്രം അള്ളാഹുവിനെ ഭയപ്പെട്ട് നമസ്കരിച്ച്, റമളാനിൽ മാത്രം രാത്രി ആയാത്താക്കി റമളാൻ വിടവാങ്ങുമ്പോൾ പിന്നെ അശ്ലീലങ്ങളിലേക്കും തോന്നിവാസങ്ങളിലേക്കും അനാചാരങ്ങളിലേക്കും അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിലേക്കും ചെല്ലുന്ന വിഭാഗം അവരാണ് ബിഅ്സൽ ഖൗം, വടക്ക് സമൂഹം, വടക്ക് വിഭാഗം എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായ ആ വാക്കിനെ ഇന്ന് വിശുദ്ധ മസ്ജിദുൻ നബവിയിൽ നടന്നതായ ഖുതുബയിൽ ഷെയ്ഖ് അലി അബ്ദുറഹ്മാൻ അൽ ഹുദൈഫി ഖുതുബയുടെ സമാപനത്തിൽ പറഞ്ഞത് നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാവേണ്ടതാണ്. ആ രൂപത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെട്ടിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ മനസ്സിലാക്കി തഖ്വ എന്താണെന്ന് ശരിക്ക് അതിന്റെ താരീഫ് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ തഖ്വ പകർത്തിക്കൊണ്ട് ജീവിക്കുന്ന മുത്തഖീങ്ങൾ എന്നെയും നിങ്ങളെയും ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല പെടുത്തുമാറാകട്ടെ. നാം ഇതുവരെ പറഞ്ഞതിനൊരു സൽക്കർമ്മമായി നമ്മിൽ നിന്നിട്ട് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നാം ഈ മക്കയിൽ കേട്ട ഖുത്ബ, മദീനയിൽ നിന്നിട്ട് കേട്ട ഖുത്ബ, ഈ രണ്ട് ഖുത്ബകളിൽ നിന്നിട്ടും നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ഭാഗങ്ങളെ പകർത്തിയും കൊണ്ട് നല്ല സ്വൽസ്വഭാവികളായി അള്ളാഹു ജനങ്ങളോട് പെരുമാറേണ്ടതുപോലെ പെരുമാറി, അത് മനുഷ്യന്മാരോട് ആ സകലം മുസ്ലിങ്ങളാവട്ടെ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറി ജനങ്ങളുടെ മുമ്പിൽ ചിഹ്നമായി മാറി ജീവിച്ച് ആ നാം ചെയ്യുന്നതായ തഖ്വകൾക്ക് അള്ളാഹിന്റെ അടുക്കൽ വിലയുള്ളതായ തഖ്വയായി മാറാനുള്ളതായ പരിശ്രമം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാൻ നമ്മിൽ നിന്നിട്ട് ഓരോരുത്തർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്നിട്ട് പല രോഗികളുണ്ട്, ഇവിടെ മദീനയിൽ വെച്ചിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടവരുണ്ട്. അല്ലാഹുവേ, ഞങ്ങൾ നിന്നിട്ടുള്ള രോഗം ബാധിച്ചതായ രോഗികൾക്ക് അവരുടെ രോഗത്തെ നീ സുഖപ്പെടുത്തണ രക്ഷിതാവേ, അവരുടെ പ്രയാസങ്ങളെ ദൂരപ്പെടുത്തണ രക്ഷിതാവേ, അവർക്ക് ദീർഘായുസ്സും ആരോഗ്യവും അവർക്കും ഞങ്ങൾക്കുമെല്ലാം നിന്റെ വഴിയിൽ നിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ദീർഘായുസ്സും ആരോഗ്യവും സിഹത്തും നൽകണേ രക്ഷിതാവേ, ആരോഗ്യം നൽകണേ രക്ഷിതാവേ. ഞങ്ങൾ നിന്നിട്ട് മരണപ്പെട്ടു പോയവർക്ക് പുറത്തു കൊടുക്കുകയും അവരുടെ ഖബറുകളെ സ്വർഗ്ഗത്തോപ്പാക്കി മാറ്റുകയും ചെയ്യണേ രക്ഷിതാവേ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.